ഹായ്, നമ്മുടെ കാർഷിക ചോദ്യോത്തര പരിപാടികളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങളുടെ എല്ലാം അവസാനം വീണ്ടും കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മറുപടികൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പല എപ്പിസോഡായിട്ട് നമ്മൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചിലപ്പം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ശരി, ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉത്തരം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ ഈ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഈ അഭിപ്രായമാണ്, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അഭിപ്രായമാണ് ഈ വീഡിയോ നന്നാക്കാൻ, കൂടുതൽ നന്നാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് ഇന്നത്തെ ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ജോസ് തോമസ് ആണ്. സാറേ, കമുക് കൃഷിയെക്കുറിച്ചും അതിന്റെ വളപ്രയോഗത്തെക്കുറിച്ചും അത്യാവശ്യമായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ജോസേ, 2 വീഡിയോ ആണ് കമുകിനെ കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും അതിന്റെ കീടങ്ങളെക്കുറിച്ചും 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പൊ അതേ രീതിയിൽ നിന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇനി കയറി കാണുക. ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി വേണം കേട്ടോ. ജോസ് മാത്രം കാണരുത്, ജോസിന്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. അപ്പൊ അതിനകത്ത് എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിഷോർ കെ നായർ ചോദിച്ച ഒരു ചോദ്യമാണ് എടുത്തത്. 10 മാസം വളർച്ചയുള്ള നല്ല ഇനം കപ്പയ്ക്ക് നല്ല വിളവ് ലഭിക്കാൻ വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട രാസവളം ഏതാണ്? എത്ര ദിവസം കൂടുമ്പോൾ രാസവളം കൊടുക്കണം? എത്ര അളവിൽ? വിശദീകരിക്കാമോ? അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കപ്പയെക്കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. കപ്പയെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് പേര് കപ്പ കൃഷിക്കാരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ തീർച്ചയായിട്ടും കപ്പയ്ക്ക് വളപ്രയോഗം വളരെ നല്ലതാണ്. പല ഇനം കപ്പകളുണ്ട്, ഹൈബ്രിഡുകളുണ്ട്, നാടൻ കപ്പകളുണ്ട്, ഇടത്തരം കപ്പകളുണ്ട്, പല മൂപ്പുള്ളതുണ്ട്. 6 മാസ കപ്പയുണ്ട്, 8 മാസ കപ്പയുണ്ട്, 10 മാസ കപ്പയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളം പ്രയോഗം വ്യത്യസ്ത അളവിലാണ്. അപ്പോൾ വ്യത്യസ്ത അളവിൽ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും അതിന് വേണ്ടുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തന്നെയാണ്. അതോടൊപ്പം ഈ കപ്പയെ സംബന്ധിച്ച് വേറെ 2 മൂലകങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത് മെഗ്നീഷ്യവും സിങ്കുമാണ്. സിങ്ക് മണ്ണിൽ കുറഞ്ഞാൽ കപ്പ ഏത് ഇനമായാലും കഴിക്കും, അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ സിങ്കിന്റെ അഭാവം കൊണ്ടാണ് പല കപ്പ നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ കഴിക്കുന്നതായിട്ട് ആൾക്കാർ പറയുന്നത്. അപ്പം സിങ്കിന്റെ ഡെഫിഷ്യൻസി അറിയണമെങ്കിൽ നമ്മൾ മണ്ണ് പരിശോധിക്കണം. അപ്പം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗം നടത്തേണ്ടതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇത് ഏകദേശം ഒരു കപ്പയ്ക്ക് 3 തവണയായിട്ടാണ് വളം ചെയ്യേണ്ടത്. 3 തവണയായിട്ട്. 1 ഏക്കറിന് കപ്പ കൃഷി ചെയ്യുന്ന 10 മാസ കപ്പയ്ക്ക് ഏകദേശം ഇതാണ്: 10 സെന്റിലേക്ക് 7 കിലോ യൂറിയ, അതുപോലെ തന്നെ 20 കിലോ രാജഫോസ്, 6.5 കിലോ പൊട്ടാഷ് എന്ന അളവിലാണ് ഒരു 10 സെന്റിലേക്ക്. അപ്പോൾ 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ വളപ്രയോഗം, അതിൽ ഈ രാജഫോസ് എന്നുള്ള അടിവളം ആയിട്ട് നമ്മൾ ആദ്യം തടവെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വാരം എടുക്കുമ്പോഴോ ജൈവവളങ്ങളോടൊപ്പം തന്നെ, ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജൈവവളം കൊടുക്കണം. ഒരു 10 സെന്റിലേക്ക് ഒരു 10, 200, 300 കിലോ എങ്കിലും ജൈവവളം കൊടുക്കണം. ആ ജൈവവളങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചേർക്കണം ഈ പറയുന്ന 20 കിലോ രാജഫോസ് കൂടി. അപ്പം രാജഫോസ് ഒറ്റ തവണയായിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ യൂറിയയും പൊട്ടാഷും, ഈ പറഞ്ഞ അളവിൽ യൂറിയയും പൊട്ടാഷും 2-ാം മാസം 3-ാം മാസം 2 പ്രാവശ്യമായിട്ട്. 2-ാം മാസം നമ്മൾ മണ്ണടിപ്പിച്ച് വളമിട്ട് മണ്ണടിപ്പിക്കണം. അത് കഴിഞ്ഞൊരു 10 മാസം പ്രായമുള്ളതാണെങ്കിൽ ഒരു 5-ാം മാസം ഒരിക്കൽ കൂടി മണ്ണടിപ്പിച്ച് വളമിടുക. അപ്പോൾ അങ്ങനെ ഈ യൂറിയയും പൊട്ടാഷും നമുക്ക് സ്പ്ലിറ്റ് ഡോസായിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കപ്പയ്ക്ക് ഏതാണ്ട് ഒരു 2 ഗ്രാം എന്ന കണക്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ വളം കൊടുക്കണം. 1 ഗ്രാം എന്ന തോതിൽ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്നത് സിങ്ക് കിട്ടാൻ വേണ്ടി. ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ കപ്പയ്ക്ക് നല്ല രുചിയും ഗുണവും ഉണ്ടാവത്തുള്ളൂ. മുഴുത്ത കപ്പയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ മഗ്നീഷ്യവും സിങ്കും കൂടെ വേണം. അപ്പോൾ ഇതുകൂടി NPK വളത്തിനോടൊപ്പം ഇടാൻ പാടില്ല എന്ന് കൂടി നിങ്ങൾ ഈ കാര്യം ഓർക്കണം. മഗ്നീഷ്യവും ഈ സിങ്കും ഇടുമ്പോൾ ഈ പ്രധാന വളം ചെയ്യുന്നതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പോ 2 ആഴ്ചയ്ക്ക് ശേഷമേ ഇത് ചെയ്യാവൂ. അപ്പോൾ നമ്മൾ ഇതിട്ടാലും മണ്ണടിപ്പിച്ച് കൊടുക്കണം. അപ്പം വളരെ കുറഞ്ഞ അളവ് മതി. പക്ഷേ ഈ പറയുന്ന മഗ്നീഷ്യവും സൾഫറും കൂടെ സിങ്കും കൂടെ വേണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. പിന്നെ വല്ലാണ്ട് നൈട്രജൻ വളം കൂടിയാലും കഴിക്കും. അപ്പോൾ വല്ലാതെ യൂറിയ, നൈട്രജൻ കൂടുതലുണ്ടോ, മണ്ണിൽ കൂടുതലുണ്ടെങ്കിൽ, ജൈവാംശം കൂടുതലുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവിൽ നമ്മൾ ഈ പറഞ്ഞ 7 കിലോ യൂറിയ ഒന്നും കൊടുക്കേണ്ടി വരില്ല. 7 കിലോ യൂറിയ കൊടുത്താൽ ചിലപ്പോൾ കഴിക്കാനും ഇടയുണ്ട്. കാരണം ഈ പറഞ്ഞ നൈട്രജൻ്റെ ആധിക്യം ഉണ്ടെങ്കിലും കഴിക്കും. സിങ്കിൻ്റെ മാത്രമല്ല, നൈട്രജൻ കൂടിയാലും. അപ്പം നൈട്രജൻ ഉണ്ട്, വല്ലാണ്ട് വളക്കൂറുള്ള മണ്ണിൽ അത്രത്തോളം നൈട്രജൻ കൊടുക്കരുത്, യൂറിയ കൊടുക്കരുത്. അടുത്ത ചോദ്യം റെജിമോൾ
PR എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. പേരയ്ക്കയെ കുറിച്ചാണ് ചോദ്യം. കഴിഞ്ഞ വർഷം നല്ല മധുരമുള്ള പേരയ്ക്ക ഉണ്ടായി, എന്നാൽ ഇപ്പോൾ ഉണ്ടായതിനെല്ലാം ഒരു കറുത്ത പുള്ളി ഉണ്ടായിരിക്കുന്നു. അതിനാൽ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? നാടൻ പേരയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഏത് വിള ചെയ്താലും, ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെ മറ്റ് പച്ചക്കറി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, മണ്ണിൽ വേണ്ടത്ര പോഷകം ഉണ്ടായാലേ, അതിന് ആവശ്യമുള്ള പോഷകങ്ങൾ സമീകൃതമായ അളവിൽ മണ്ണിൽ ഉണ്ടായാലേ എന്തും ഉണ്ടായി വരത്തുള്ളൂ. ആദ്യം ഉണ്ടായപ്പോൾ കുറേ പോഷകങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. രണ്ടാമത് പിന്നെ ഉണ്ടാവുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞാൽ മണ്ണിൽ അതിനുള്ള വേണ്ടത്ര പോഷകവും ഇല്ല. അപ്പം നന്നായിട്ട് ഇത് പേരയ്ക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ വേണ്ടത്ര അളവിൽ മണ്ണിൽ പിന്നെ പൊട്ടാഷ് ഉണ്ടാവണം, അതുപോലെ തന്നെ ബോറോൺ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം ബോറോണും മാത്രം കൊടുക്കുക എന്നുള്ളതല്ല വളപ്രയോഗം, സമീകൃതമായിരിക്കണം. എന്ന് വെച്ചാൽ 10-17 മൂലകങ്ങൾ വേണം. ഈ 10-17 മൂലകങ്ങൾ വിവിധ അളവിലാണ് വേണ്ടത്. കൂടിയ അളവിൽ വേണ്ടതും കുറഞ്ഞ അളവിൽ വേണ്ടതും തീരെ കുറഞ്ഞ അളവിൽ വേണ്ടതും അതെല്ലാം കൂടെ സമീകൃതമായിട്ട്. അപ്പം സൂക്ഷ്മവളങ്ങളൊക്കെ നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷ്മ പോഷകങ്ങളെല്ലാം കിട്ടും. അതേസമയം നൈട്രജൻ ഫോസ്ഫറസും ഒക്കെ പൊട്ടാഷ്യം ഒക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ചേർത്ത് അല്ലെ വളമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ കറുത്ത പുള്ളി ഉണ്ടായതെന്ന് പറഞ്ഞാൽ 2 കാരണമുണ്ട്. അതിനകത്ത് ഒരുതരം ഈച്ച കുത്തിയാലുണ്ടാവും, അതുപോലെ തന്നെ ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടായാലുണ്ടാവും, പിന്നെ അതുപോലെ ഒരുതരം രോഗം ഉണ്ടായാലുണ്ടാവും. അത് രോഗമാണെങ്കിൽ മുറിച്ചാൽ അതിനകത്ത് ചീഞ്ഞിരിക്കുകയാണെങ്കിൽ രോഗമാണ്. അതിന് നമ്മൾ പിന്നെ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ കൾച്ചർ കിട്ടും. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വല്ലപ്പോഴും 10-15 ദിവസം കൂടുമ്പോൾ പേരയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ ഈ പുറത്തുള്ള ഈ ചീയൽ രോഗങ്ങൾ മൂലമുള്ള പിന്നെ പേരയ്ക്ക ചീയുന്ന സ്വഭാവം മാറിക്കിട്ടും. ട്രൈക്കോഡർമ അതുപോലെ ചെയ്യാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 15 ദിവസം കൂടുമ്പോൾ വൈകുന്നേരങ്ങളിലേ ഇത് ചെയ്യാം, ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈച്ച കുത്തുന്നതിന് പകരം ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു കൾച്ചർ വാങ്ങിക്കാനായിട്ട് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 10-15 ദിവസം കൂടുമ്പോൾ തളിച്ചു കൊടുത്താൽ ഈ പറയുന്ന കീടരോഗം ഉണ്ടാവത്തില്ല. പിന്നെ ബോറോൺ ഡെഫിഷ്യൻസിയാണ്, ബോറോൺ നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു 10 ഗ്രാമെങ്കിലും ആണ്ടിൽ കൊടുക്കണം. വല്ല ജൈവവളം കൊടുക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ പ്രശ്നമങ്ങ് മാറിക്കിട്ടും. അടുത്ത ചോദ്യം ശശിധരൻപിള്ളയാണ്. ശശിധരൻപിള്ള പറഞ്ഞിരിക്കുന്നത്, താങ്ക് യു സാർ, ഇനിയും പറഞ്ഞു തരണം. പറയാലോ, അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ. ഈ ചോദ്യോത്തര പങ്ക്തി തുടങ്ങിയത് തന്നെ, ചോദ്യോത്തര പരിപാടി തുടങ്ങിയത് തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പറയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. ചോദ്യം ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും കാണണം. എല്ലാ വീഡിയോ കാണുക മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുക മാത്രമല്ല, ഓരോ വീഡിയോയുടെയും ചുവട്ടിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ ഒരു ഉത്തേജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ശശിധരൻപിള്ള, താങ്ക് യു. അടുത്ത ചോദ്യം ശ്രീനിവാസൻ വടക്കൻ എന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിമർശനമാണ്. 35 വർഷം മുമ്പ്, അതായത് 92-93 കുരുമുളകിന് കിലോയ്ക്ക് 250 രൂപ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ആനുപാതികമായിട്ട് വിലയുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 5000 രൂപയെങ്കിലും കിലോയ്ക്ക് കിട്ടിയാൽ മാത്രമേ കുരുമുളക് കൃഷി മുതലാവൂ എന്നാണ് പറയുന്നത്. നമ്മുടെ കുരുമുളകിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു കമൻ്റാണ്. അപ്പോൾ അതൊരു ശരിയാണ്. അത് നമ്മളുടെ ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ കമ്പോളം എന്ന് പറയുന്നത് നമ്മളല്ലല്ലോ നിയന്ത്രിക്കുന്നത്, അത് വിപണിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്. പക്ഷെ എന്നിരുന്നാലും കുരുമുളകിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 2-3 ദശകങ്ങളായിട്ട് സ്ഥിരതയുള്ള ഒരു വിലയുണ്ട്. നമുക്ക് ഒരിക്കലും വല്ലാണ്ട് വില കുറഞ്ഞിട്ടില്ല. മറ്റ് നമ്മുടെ കാർഷിക വിളയെ അപേക്ഷിച്ച് ഒരു സ്ഥിരമായ വില നമുക്ക് കുരുമുളകിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോഴും കുരുമുളക് കൃഷിയിലേക്ക് വരുന്നതും കുരുമുളക് കൃഷിക്കാർ കുരുമുളക് ഉപേക്ഷിക്കാത്തത്. അതേസമയം മറ്റു പല വിളകളുടെ സ്ഥിതി അതല്ലല്ലോ. വിലയിടുകൊണ്ട് നമ്മുടെ വാണിജ്യ വിളകളൊക്കെ പലതും മുറിച്ചു മാറ്റി വേറെ കൃഷിയിലേക്ക് ആൾക്കാർ മാറി പോകുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കുരുമുളക് നമുക്ക് ശുഭകരമായ ഒരു കൃഷി തന്നെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ചോദ്യം മുഹമ്മദ് കുഞ്ഞ് എന്നൊരാളാണ്. നമ്മുടെ കുരുമുളകിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃഷിക്കാരൻ കാണിച്ച കുരുമുളകിൻ്റെ ഇല കണ്ടിട്ട് പാല ഇനമാണ്. കരിമുണ്ടയുടെ ഇല കുറച്ചുകൂടി വലുതും റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഈ നമ്മുടെ കുരുമുളകിൻ്റെ ഇനങ്ങൾ, നാടൻ ഇനങ്ങൾക്ക് പ്രാദേശികമായിട്ടുള്ള പേരുകൾ ഓരോരുത്തരും, ചില വീട്ടുകാർ ആ വീട്ടിലുള്ള കുരുമുളകിനെ അവരുടെ വീട്ടിൻ പേരിൽ വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക്
ഇങ്ങനെ ദേശവ്യത്യാസം അനുസരിച്ച് അതിന് രൂപത്തിനൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ പിന്നെ മാവിനെ പോലെ മാവ് എത്ര വെറൈറ്റി ഉണ്ട്, ആയിരക്കണക്കിനില്ലേ. എന്നതുപോലെ തന്നെ കുരുമുളകിനും ഒരുപാട് ഇനങ്ങൾ ഉണ്ട്. നമ്മളിപ്പം കരിമുണ്ട എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ പറയുന്നു വലിയ ഇലയാണെന്ന്. പക്ഷേ കരിമുണ്ട എന്ന് പറഞ്ഞ ഒരു ചെറിയ ഇലയുള്ള ഇത്തിരി അല്പം നീണ്ട ഒരു ഇലയുള്ളതിനെയാണ് സാധാരണ എല്ലാവരും കരിമുണ്ട എന്ന് പറയുന്നത്. അപ്പോൾ കരിമുണ്ട എന്ന് പറയുന്ന ഒരു നാടനാണ്. കരിമുണ്ടയ്ക്ക് തന്നെ വെള്ളമുണ്ട എന്ന് പറയുന്ന ഇനമുണ്ട്, ബാലൻ മുണ്ട എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ പ്രാദേശിക വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പം പേരുകളിലൊന്നും കാര്യമില്ല, ഏതായാലും ഇനം ഏതാണ്, അതിൻ്റെ വിളവ് എങ്ങനെയുണ്ടെന്ന് മാത്രം വിലയിരുത്തിയാൽ മതി. പിന്നെ അടുത്ത ചോദ്യം ജോൺ സി തോമസ് എന്ന് പറഞ്ഞ ആളാണ്. ഈ കുരുമുളകിൻ്റെ അട്ടക്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? PVC പൈപ്പ് ചെലവ് കൂടുതലാണ്, ആയുസ്സും കുറയും, നല്ല ജലാംശമുള്ള താങ്ങുകാൽ ഉപയോഗിക്കുക. ഒരു ഈ ക്ലൈംബിംഗ് റൂട്ട്സ് എന്ന് പറയും, നമ്മുടെ ഇതൊരു ക്രീപ്പറാണ്. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വള്ളിച്ചെടിയാണ് കുരുമുളക് എന്ന് പറഞ്ഞാൽ. വള്ളിച്ചെടിക്ക് പിന്നെ അതിൻ്റെ താങ്ങുകാൽ പിടിച്ച് വളരുന്ന ആ വേരിനെയാണ്, ഓരോ മുട്ടിനും വരുന്ന ആ ഫൈബറസ് ആയിട്ടുള്ള ഒരു റൂട്ടിനെയാണ് നമ്മൾ അട്ടക്കാൽ എന്ന് പഴയ കാലത്ത് മുതലേ മലയാളി പറഞ്ഞു പോകുന്ന പേരാണ്. അതിനെ ക്ലൈംബിംഗ് റൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ ക്ലൈംബിംഗ് റൂട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ അട്ടക്കാൽ എന്ന് പറയുന്നത് നമ്മുടെ താങ്ങുകാലിൽ ഇത് പറ്റിപ്പിടിച്ച് വരുന്ന പറ്റുവേരെന്ന് വേണമെങ്കിൽ പറയാം. ചില പ്രദേശത്ത് പറ്റുവേരെന്നും പറയും. അപ്പോൾ ഈ രണ്ടായാലും മനസ്സിലായല്ലോ സംഗതി. പിന്നെ PVC പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണവും എല്ലാ കാര്യത്തിനും ഗുണവും ദോഷമുണ്ട്, മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. അപ്പോൾ ഈ കുരുമുളകിന് PVC പൈപ്പ് ഉപയോഗിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് PVC പൈപ്പ് സ്ഥാപിച്ചാൽ വേണമെങ്കിൽ അന്ന് തന്നെ നമുക്ക് കുരുമുളക് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നട്ടുവെക്കാം. പക്ഷെ ഒരു താങ്ങുകാലാകുമ്പോൾ താങ്ങുകാൽ 1-2 വർഷം വളർത്തിയതിന് ശേഷമേ അതിൽ കുരുമുളക് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല കൃഷിക്കാരും വ്യാപകമായിട്ട് വിദേശങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ട് PVC പൈപ്പ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത്. എങ്കിൽ പോലും 10-15 വർഷമായിട്ട് PVC പൈപ്പിൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ കൃഷിക്കാരുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്. പല കൃഷിഭവനിലും ജോലി ചെയ്തപ്പോൾ ഞാൻ അത്തരത്തിൽ 10, 15, 20 വർഷമായിട്ട് PVC താങ്ങുകാലിൽ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട്. PVC പൈപ്പുകൾ ചുവട്ടിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തും കോൺക്രീറ്റ് ഇട്ട് കമ്പിയും ഇട്ടിട്ട് ബലപ്പെടുത്തി അതിൽ ഏണി ചാരി തന്നെ കുരുമുളക് പറിക്കുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് ഒരു കണക്കിൽ ലാഭമാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകർഷിക്കുന്ന ഘടകം. അപ്പം തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ചോദ്യം ടോമി കെ എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. ദുരിതവാട്ടം വന്നാൽ എല്ലാം തീർന്നു. ശരിയാണ്, ദുരിതവാട്ടം വന്നാൽ പെട്ടെന്ന് തന്നെ, ദുരിതം എന്ന് പറഞ്ഞാൽ ക്വിക്ക് വിൽട്ട് എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ദുരിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ക്വിക്ക് വിൽട്ട് വന്നാൽ രക്ഷയില്ല. ഒരു തരം കുമിൾ രോഗമാണ്, പൈറ്റത്തോറ എന്ന് പറയുന്ന ഒരു കുമിൾ കൊണ്ടുണ്ടാവുന്ന രോഗമാണ്. പക്ഷെ അത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താം. ഇത് വരാതിരിക്കാൻ പറ്റും. വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുരുമുളകിന് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉപയോഗിച്ചാൽ മതി. പതിവായിട്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് നമ്മൾ പിന്നെ ഡോളമൈറ്റ് ഒക്കെ ഇട്ട് മണ്ണിൻ്റെ പുളി കുറഞ്ഞതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ട്രൈക്കോഡർമ ഒരു 5 കിലോ 2 മഴക്കാലത്തും കൊടുക്കാം. മഴക്കാലത്താണ് ജൈവവളം കൊടുക്കേണ്ടത്. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് 5-10 കിലോ വീതം വേണമെങ്കിലും കൊടുക്കാം. ഈ ദുരിതവാട്ടം വരാൻ സാധ്യതയുള്ള തോട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഈ കമ്പോസ്റ്റ് തന്നെ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ സ്യൂഡോമോണാസ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരുന്നാൽ, ഒരു കുരുമുളകിനും സ്യൂഡോമോണാസ് ഒരു 2 ആഴ്ചയിൽ ഒരിക്കൽ വീതം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന രോഗം വരില്ല ഉറപ്പായിട്ടും. പിന്നെ മഴക്കാല ആരംഭത്തിൽ, എല്ലാ വർഷവും മഴക്കാല ആരംഭത്തിൽ ബോർഡോമിസ് ഉണ്ടാക്കി അടിക്കണം. മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്നും കൂടി അടിക്കണം. പിന്നെ 2ാം മഴക്കാലത്തും ഒന്നടിക്കണം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ബോർഡോ മിശ്രിതം കൊണ്ട് തന്നെ, സ്യൂഡോമോണാസ് കൊണ്ട് തന്നെ, ട്രൈക്കോഡർമ കമ്പോസ്റ്റ് കൊണ്ട് തന്നെ ദുരിതവാട്ടം എന്ന് പറയുന്ന അസുഖം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പമ്പ കടത്താൻ കഴിയും, വരാതിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബോർഡോ മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വിശദമായ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. നേരിട്ട് കാണുക. കണ്ടിട്ട് അതേപോലെ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി ഈ കുരുമുളകിന് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പ്രയോഗിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി ദുരിതവാട്ടം വരില്ല. അടുത്ത ചോദ്യം അനിൽ പിള്ള എന്നൊരാളാണ്. കടപ്ലാവിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കടപ്ലാവിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങൾ കൂടുതൽ ശിഖരങ്ങൾ വരുന്നതിനായി
പ്രൂണിങ് നടത്താമോ? തീർച്ചയായിട്ടും പ്രൂണിങ് നടത്താം. അപ്പം നമ്മുടെ ഏത് വിളകൾക്കും പ്രൂണിങ് നടത്തിയാൽ കൂടുതൽ വിളവുണ്ടാവും. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അനാവശ്യമായ ശിഖരങ്ങൾ മാറ്റുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ശിഖരങ്ങളുണ്ടാവും. ആ ശിഖരങ്ങളിലൊക്കെ കായ്കളും ഉണ്ടാവും. കടപ്ലാവ് ചക്ക പഴുത്ത് വീഴുന്ന അവസ്ഥ ഫംഗസാണ്. വിശദമായിട്ട് ഞങ്ങളുടെ കടപ്ലാവിൻ്റെ ആ വീഡിയോയിൽ അത് ഞാൻ കയ്യിലെടുത്തുകൊണ്ട് ഇത് ഫംഗസ് രോഗം കൊണ്ടാണ്, ഇതിന് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയണം. ആ വീഡിയോ കയറി കാണുക. ശരിയായിട്ട് കാണാത്തതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. ശശീന്ദ്രനാണ് ആ ചോദ്യം ചോദിച്ചത്. ശശീന്ദ്ര, നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ വീഡിയോ എടുത്തത്. അത് നിങ്ങൾ കാണാതെ ചോദ്യം ചോദിച്ചത്, അതിൻ്റെ തുടക്കമൊക്കെ കണ്ടിട്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കൃത്യമായിട്ട് ഞാൻ കടപ്ലാവിൻ്റെ അത് ഒരെണ്ണം എൻ്റെ വീട്ടിലെ കടപ്ലാവായിരുന്നു. അതിലിങ്ങനെ രോഗമുണ്ടായിട്ട് ഞാൻ അത് തന്നെ നിങ്ങളെ കാണിച്ച കാര്യം. അത് കാണിക്കാൻ വേണ്ടി നിർത്തിയിരുന്നതാണ്. ഈ വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാൻ മരുന്നൊന്നും അടിക്കാതെ ഇതിനു വേണ്ടി നിർത്തിയിരുന്നത്. അടുത്ത ചോദ്യം അതുപോലെ തന്നെയാണ്. ജോസഫ് വർഗീസാണ്. കടച്ചക്ക മുഴുവൻ ചീഞ്ഞു പോകുന്നു, മരുന്നുണ്ടെങ്കിൽ പറയും. എന്താ ജോസഫേ, നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലാതുള്ള ഈ ചോദ്യത്തിൽ നിന്ന് എന്നെ മനസ്സിലായി. ഈ ശശീന്ദ്രനും കണ്ടിട്ടില്ല, ജോസഫ് വർഗീസും കണ്ടിട്ടില്ല. കടപ്ലാവിൻ്റെ വീഡിയോ ഒന്ന് തുറന്നു നോക്കി എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് എൻ്റെ താഴെ ചോദ്യം അങ്ങ് എഴുതിയിട്ടു. അപ്പം അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ വീഡിയോകൾ എല്ലാവരും ദയവായിട്ടൊരു അപേക്ഷയാണ്, ചോദ്യങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. കാണാതെ ചോദ്യം ചോദിച്ചാൽ വളരെ കഷ്ടമാണ്. അപ്പം തീർച്ചയായിട്ടും നന്ദിയുണ്ട്. എന്തായാലും ചോദ്യം ചോദിച്ചതിന് നന്ദിയുണ്ട്. മാത്യു ടി ജെ എന്ന് പറഞ്ഞ ഒരാളാണ്. അതും കടപ്ലാവിനെ കുറിച്ചാണ്. കടപ്ലാവ് എത്ര വർഷം എടുക്കും കായ്ക്കാൻ? അപ്പം നമ്മൾ ഗ്രാഫ്റ്റഡ് തൈ ആണെങ്കിൽ 3-ാം വർഷം കായ്ക്കും. അത് നമ്മുടെ വീഡിയോയിലുണ്ട്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടില്ലാതെ വേണം പറയാൻ. അപ്പം ഈ ആൾക്കാരെല്ലാം വീഡിയോ കാണാതാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുക, പക്ഷെ വീഡിയോ മുഴുവനായിട്ട് കാണണം. കവുങ്ങ് തൈക്ക് ജൈവവളം നൽകിയ ശേഷം ഡോളോമേറ്റ് ഇട്ടാൽ കുഴപ്പമുണ്ടോ? വളം ബ്ലീച്ചായി പോകുമോ? അതെ, ഈ ഡോളോമേറ്റ് ഇടുന്ന എന്തിനാണ് ആദ്യം മനസ്സിലാക്കണം. ഡോളോമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ പുളി കുറയ്ക്കാനാണ്. നമ്മുടെ എല്ലാം മണ്ണ്, കേരളത്തിലെ മുഴുവൻ മണ്ണ്, ചിറ്റൂർ മേഖലയിലുള്ള 2-3 പഞ്ചായത്ത് ഒഴികെ, അത് മഴനിഴൽ പ്രദേശമാണ്. ചിറ്റൂർ, എത്തിയാമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി തുടങ്ങിയ പഞ്ചായത്ത് ഒഴികെ കേരളത്തിലെ മുഴുവൻ മണ്ണും ആസിഡിക്കാണ്. ആസിഡിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റില്ല. ആസിഡിനകത്ത് കൈ പൊള്ളും എന്നതുപോലെ തന്നെ ആസിഡ് മണ്ണിനകത്ത് വേരിറങ്ങിയാൽ മുരടിച്ചു പോലെ ദ്രവിച്ചു പോകും. നിങ്ങൾ സ്വർണം കൊണ്ട് വളം ചെയ്താലും ചെടിയിലൊന്നും കാണത്തില്ല. അതിൻ്റെ കാരണം വളം പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല. ആ പുളി കുറയ്ക്കാൻ വേണ്ടിയാണ് ഡോളോമേറ്റ് ഇടുന്നത്. പുളി കുറച്ചാൽ മാത്രമേ, മണ്ണിൻ്റെ അമ്ലത കുറച്ചാൽ മാത്രമേ അണുജീവികൾ എത്തുള്ളൂ. അണുജീവികൾ എത്തിയാൽ മാത്രമേ നമ്മൾ ജൈവവളം ഇട്ടാൽ അത് ജീർണിപ്പിച്ച് പോഷകങ്ങളാക്കത്തുള്ളൂ. അപ്പം അതിനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കാനാണ് ഡോളോമേറ്റ് ഇടുന്നത്. അപ്പം ഡോളോമേറ്റ് ആണ് ആദ്യം ഇടേണ്ടത്. എല്ലാ വർഷവും ഏത് വിളയ്ക്കാണെങ്കിലും, തെങ്ങിനായാലും മാവിനായാലും പ്ലാവിനായാലും ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും ആദ്യത്തെ പണി എന്ന് പറഞ്ഞത് കുമ്മായമിടലാണ്. കുമ്മായ വസ്തുക്കളിൽ ഒന്നാണ് ഡോളോമേറ്റ്. കുമ്മായോ നീറ്റൊക്കെയോ ഡോളോമേറ്റോ ഇതിലേതെങ്കിലും നിർദ്ദിഷ്ട അളവിൽ നമ്മുടെ മണ്ണിൻ്റെ pH-ൻ്റെ അനുസരിച്ച് എത്രയാണ് pH എന്ന് പറഞ്ഞാൽ അതിനനുപതി അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടുന്ന കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണിൻ്റെ പുളി കുറച്ച് ഒരു 10-15 ദിവസത്തിന് ശേഷം ആദ്യം കൊടുക്കേണ്ട ജൈവവളങ്ങളാണ്. ജൈവവളങ്ങൾ വരുമ്പോഴാണ് മണ്ണിൽ അണുജീവികൾ എത്തുന്നത്. അണുജീവികൾ എത്തിയാൽ മാത്രമേ മണ്ണിൽ ജീവൻ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മൾ ജൈവവളം കൊടുത്താലും രാസവളം കൊടുത്താലും അതിന് ചെടിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ജീവികൾ എന്ന് പറയുന്ന ഈ അണുജീവികൾ. മണ്ണിൽ അണുജീവികൾ ഇല്ലെങ്കിൽ നിങ്ങൾ യൂറിയ കൊടുത്താലും രാജ്ഫോസ് കൊടുത്താലും ചെടിക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? ജൈവവളം ഇട്ടാലും. അപ്പോൾ ഇത് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർക്കുന്നത്. ബൈജു ചോദിച്ച് ജൈവവളം ഇട്ടിട്ട് ഡോളോമേറ്റ് ഇട്ട്, അത് ഇപ്പം ക്ലിയർ ആയല്ലോ. ജൈവവളം ഇട്ടിട്ടല്ല ഡോളോമേറ്റ് ഇട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ജൈവവളം ഇട്ടുപോയി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. മഴയത്ത് അത് ജീർണിച്ച് പോഷകങ്ങളാകും. എങ്കിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഡോളോമേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പം ഒന്നുകിൽ ആദ്യ മഴക്കാലത്ത് അല്ലെങ്കിൽ 2-ാം മഴക്കാലത്ത് എങ്കിലും ഇടണം. നിർദ്ദിഷ്ട അളവ് ഇട്ട് മണ്ണിൻ്റെ പുളി കുറച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് വളം ചെയ്താലും ഈ സസ്യങ്ങൾക്ക് കിട്ടത്തുള്ളൂ.